Experts. I'm sure that each one of you now listening to me are here out of your strong desire to join a noble profession, that is, to become part of the legal fraternity. I would like to congratulate each one of you for such a wonderful decision. I hope now you are here as a part of your dream, as a first step towards your goal, that is to clear the coming law entrance exam. Yes, we are also joining you by helping you and guiding you. We can travel together. I'm Divya from Team Legal Experts. So, we are going to discuss an important area for your coming law entrance exam from the section Legal Aptitude. I hope everyone is familiar with the structure of the question paper. അല്ലേ? എല്ലാവർക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫെമിലിയർ ആണ്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്ട്രക്ചർ ഫെമിലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അതില് നിയർലി 70 questions are from the section called Legal Aptitude. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലീഗൽ ആപ്റ്റിറ്റ്യൂഡിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ദാറ്റ് ഈസ് ഫ്രം ലോ ഓഫ് കോൺട്രാക്ട്. ലോ ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ദാറ്റ് ഈസ് എ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വിൽ ബി ആസ്ക്ഡ് ഇൻ യുവർ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ. ഇറ്റ് വിൽ ബി ദർ. സോ ലോ ഓഫ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ക്ലിയർ ആണ്, ലോ റിലേറ്റിംഗ് ടു കോൺട്രാക്ട്സ് അല്ലേ? അതിനു മുമ്പ് നമ്മൾ ആ ഒരു ടോപ്പിക്കിലേക്ക് ഡിസ്കഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു നേച്ചർ എന്താണ് ലോയുടെ നേച്ചർ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദി റെലവൻസി ഓഫ് ലോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നിന്ന് തന്നെ ചില സിറ്റുവേഷൻസ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് നമുക്കെല്ലാം അറിയാം, ട്രാഫിക് റൂൾസ് ഒക്കെ എല്ലാവർക്കും പെട്ടെന്ന് ഫെമിലിയർ ആണ്. നമ്മളൊരു ഡെയിലി ലൈഫിൽ എല്ലാവരും, ഓൾ ഓഫ് അസ്, നമ്മളെല്ലാം, കാരണം ട്രാവൽ ചെയ്യാത്തവരായിട്ടോ വണ്ടി ഓടിക്കാത്തവരായിട്ടോ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നെങ്കിലും കൂടെ പോവാത്തവരായിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. സോ നമുക്ക് സർട്ടൻ റൂൾസ് ഉണ്ട്. റോഡിലേക്ക് വണ്ടി ഇറക്കുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട മാൻഡേറ്ററി ആയിട്ടുള്ള ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അത് വയലേറ്റ് ചെയ്താൽ പണിഷ്മെന്റ് ഉണ്ട്, ഫൈൻ അടയ്ക്കും. ഹെൽമെറ്റ് വെക്കാത്തതിനും റോങ് സൈഡ് ഓവർടേക്ക് ചെയ്തതിനൊക്കെ ഫൈൻ കിട്ടിയവരൊക്കെ നിങ്ങൾക്ക് അറിയുന്നവരെങ്കിലും ഉണ്ടാവും, പരിചയത്തിലുള്ളവരെങ്കിലും ഉണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങളുണ്ടാവും എന്ന് ഞാൻ പറയുന്നില്ല, ബിക്കോസ് നമ്മളെല്ലാം ലോ അബൈഡിങ് സിറ്റിസൺസ് ആണ്. അതുകൊണ്ട് ലോ പഠിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നവരാണ്, കാരണം കൂടുതലായിട്ട് ലോ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻസ് ഒക്കെ ഉള്ളവരാണ്. സോ നമ്മളെല്ലാം നല്ല കുട്ടികൾ. ഓക്കെ, സോ ലോ റിലേറ്റിംഗ് ടു ട്രാഫിക് അതല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താ? കുറേ വാഹനങ്ങളായിട്ട് ഒരുപാട് പേര് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ദർ ആർ ചാൻസസ് ഓഫ് ഡിഫറെന്റ് പ്രോബ്ലംസ് അല്ലേ? അതിനെ അവിടെ പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്തില്ല എങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും. സോ അത്തരം പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ട്രാഫിക് റൂൾസ് ഉള്ളത്. ആ റൂൾസ് എല്ലാം കണ്ടെയ്ൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഇനാക്ട്മെന്റിലൂടെയാണ്, ഒരു പീസ് ഓഫ് ലെജിസ്ലേഷനിലൂടെയാണ്, ഒരു പ്രത്യേക നിയമത്തിന്റെ കീഴിലാണ് ആ റൂൾസ് എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കറിയാം, മോട്ടോർ വെഹിക്കിൾസ് ആക്ട് ആണ്, മോട്ടോർ വെഹിക്കിൾസ് ആക്ട് ആണത് ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു സൊസൈറ്റി ആസ് എ ഹോൾ എടുത്തു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ബിഹേവിയർ ഉള്ള ആളുകളാണ് നമുക്ക് ചുറ്റും അല്ലേ? ഇപ്പൊ നമ്മൾ ഡെയിലി ന്യൂസ് കാണുന്നവര്, നിങ്ങളെല്ലാം ന്യൂസ് കാണുന്നവരായിരിക്കും, പത്രം വായിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈനെങ്കിലും മൊബൈലിലെങ്കിലും അപ്ഡേറ്റ്സ് നമുക്കിപ്പോൾ പലതരത്തിൽ കിട്ടുന്നുണ്ടല്ലോ. സോ നമുക്കറിയാം എന്തൊക്കെ തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണ് നമ്മുടെ സറൗണ്ടിങ്സിൽ നടക്കുന്നത് അല്ലേ? സോ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഇത്തരം ഡിഫറെന്റ് കൈൻഡ് ഓഫ് ബിഹേവിയേഴ്സ് നമുക്ക് ക്രൈംസ് എന്നും അല്ലെങ്കിൽ പല ടെൻഡൻസി ടു ഡീവിയേറ്റ് ഫ്രം ലോ എന്ന് പറയാം. അതിനെ ക്രൈംസ് എന്ന്, ചില ആക്ടിനെ, പലതരത്തിലുള്ള ബിഹേവിയേഴ്സ് ഉണ്ട്, പലതരത്തിലുള്ള ആക്ട്സ് ഉണ്ട്, അതിനെ ക്രൈംസ് എന്ന്, ഏതൊക്കെ ആക്ട്സ് ആണ് ക്രൈംസ് എന്ന് ഡിഫൈൻ ചെയ്യാനും അങ്ങനെ ക്രൈംസ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ള ആക്ട്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകളെ പണിഷ് ചെയ്യാനുമായിട്ട് വി ഹാവ് എ പീസ് ഓഫ് ലെജിസ്ലേഷൻ ഇല്ലേ? ദാറ്റ് ഈസ് ദ ഇന്ത്യൻ പീനൽ കോഡ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ 1 by 1 ഓരോ കേസസ് എടുത്താലും അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻസ് എടുത്താലും അതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന, അതിനെയൊക്കെ ഡീൽ ചെയ്യാനായിട്ട്
പെർട്ടിക്കുലർ ലെജിസ്ലേഷൻസ് ഉണ്ട് അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ സറൗണ്ടിങ്സിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്, ബിസിനസ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്, നമുക്ക് ജനറലി അതിനെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് തന്നെ പറയാം. കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ആക്ടിവിറ്റീസിലെ ചില പ്രിൻസിപ്പിൾസിനെ ഇനുമറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു പീസ് ഓഫ് ലെജിസ്ലേഷൻ ഉണ്ട്. ആ പീസ് ഓഫ് ലെജിസ്ലേഷൻ ആണ് ഈ ലോ ഓഫ് കോൺട്രാക്ട്സ് എന്നുള്ള ഏരിയനെ കവർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ദ നെയിം ഓഫ് ദി ഇനാക്ട്മെന്റ് ഈസ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഓക്കെ, that was enacted in the year 1872. The full name of the legislation is Indian Contract Act 1872. So the name of the legislation is very important. Maybe ഇയർ തെറ്റിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ഇയർ മാറ്റിയിട്ടൊക്കെ ലോ റിലേറ്റിംഗ് ടു കോൺട്രാക്ട്സ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1990 അല്ലെങ്കിൽ 1871, 1870, 1872 ഇങ്ങനത്തെ മേ ബി ഓപ്ഷൻസ് ചോദിക്കാം. മീൻസ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓപ്ഷൻസ് ആയിരിക്കും തരിക. സോ നെയിം ഓഫ് ദി സ്റ്റാറ്റ്യൂട്ട് എലോങ് വിത്ത് ദ ഇയർ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ലെജിസ്ലേഷന്റെ പേര് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ഓക്കെ, സോ 1872 ഈ ഇനാക്ട്മെന്റ് നിലവിൽ വന്ന സമയത്ത്, അതിനെ പാർലമെന്റ് ഇനാക്ട് ചെയ്ത സമയത്ത്, ദിസ് വാസ് എ ബിഗ് ലെജിസ്ലേഷൻ, എ ലിറ്റിൽ ബിറ്റ് ബിഗ് ലെജിസ്ലേഷൻ. അതായത് 266 സെക്ഷൻസ്, 1 to 266 സെക്ഷൻസ് ആയിരുന്നു ഈ ഒരു പീസ് ഓഫ് ലെജിസ്ലേഷനിൽ ഉണ്ടായിരുന്നത്. പക്ഷേ 1930 ആയപ്പോൾ, ദാറ്റ് ഈസ് ഇൻ ദ ഇയർ 1930, ഈ ഒരു ഇനാക്ട്മെന്റിൽ നിന്ന് ചില പ്രൊവിഷൻസിനെ റിമൂവ് ചെയ്തു. അതായത് പാർലമെന്റ് തന്നെ ഈ ഒരു ആക്ടിൽ നിന്ന് കുറച്ച് ഒരു പെർട്ടിക്കുലർ ഏരിയയുമായിട്ട് ഡീൽ ചെയ്യുന്ന, ഒരു പെർട്ടിക്കുലർ ഏരിയ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് പ്രൊവിഷൻസിനെ റിമൂവ് ചെയ്തു. അതെന്ന് പറയുന്നത് സെക്ഷൻ 76 to 123 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ 76 മുതൽ 123 വരെയുള്ള സെക്ഷൻസിനെ എന്ത് ചെയ്തു? 1930 പാർലമെന്റ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്ന് റിമൂവ് ചെയ്ത് വേറൊരു ലെജിസ്ലേഷൻ ഉണ്ടാക്കി. ഹോപ്പ് യു ആർ ക്ലിയർ. സിംപിളി ഇത്രയേ ഉള്ളൂ. When it was enacted, 1 to 266 sections were there in the Indian Contract Act. But in the year 1930, 1930 പാർലമെന്റ് എന്ത് ചെയ്തു? 76 മുതൽ 123 വരെയുള്ള സെക്ഷൻസിനെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ ആ ഒരു ഇനാക്ട്മെന്റിൽ നിന്ന് മാറ്റി വേറൊരു ലെജിസ്ലേഷൻ ഉണ്ടാക്കി. The name of that legislation is the Sale of Goods Act 1930. The Sale of Goods Act. Sale of Goods. സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്ന. അപ്പൊ കോൺട്രാക്ട് ആക്ടിന്റെ കീഴിലായിരുന്നു ഈ ഗുഡ്സിന്റെ സെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രൊവിഷൻസും ഉണ്ടായിരുന്നത്. പക്ഷേ അതൊരു സെപ്പറേറ്റ് ഏരിയ ആണെന്നും അതിനെ നമുക്ക് വേറൊരു ലെജിസ്ലേഷന്റെ കീഴിൽ കൊണ്ടുവന്ന് ഡീൽ ചെയ്യാം എന്നുള്ള പാർലമെന്റിന്റെ ഡിസിഷൻ കാരണം അതിനെ എന്ത് ചെയ്തു? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്ന് റിമൂവ് ചെയ്ത് പുതിയൊരു ലെജിസ്ലേഷൻ ഉണ്ടാക്കി. The name of the legislation is the Sale of Goods Act 1930. 1930 1930 സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആക്കി അതിനെ മാറ്റി. സോ 76 to 123 സെക്ഷൻസ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്ന് റിമൂവ് ചെയ്തു. Then after 2 years, when it was 1932, 1932 ആയപ്പോ എന്ത് ചെയ്തു? കുറച്ച് പ്രൊവിഷൻസും കൂടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്ന് റിമൂവ് ചെയ്തു. ആ പ്രൊവിഷൻസ് അല്ലെങ്കിൽ ആ സെക്ഷൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദി സെക്ഷൻസ് ഫ്രം 239 to 266. 239 മുതൽ 266 വരെയുള്ള സെക്ഷൻസിനെ കൂടി എന്ത് ചെയ്തു? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ആ സെക്ഷൻസ് എല്ലാം ഡീൽ ചെയ്തിരുന്നതും ഒരു പ്രത്യേക തരം ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏരിയ ആയിരുന്നു ഡീൽ ചെയ്തിരുന്നത്. ദാറ്റ് ഈസ് റിലേറ്റിംഗ് ടു ദി പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് എന്താന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? നമ്മളെല്ലാം എന്താ പറയാ, പാർട്ട്ണർ ഇൻ ക്രൈം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ
ചിലവരൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ഇടാറില്ല. അതുപോലെയൊക്കെ തന്നെ നമ്മൾ പാർട്ട്ണർഷിപ്പിന്റെ ആ പാർട്ട്ണർ അല്ല ഈ പാർട്ട്ണർ. ഹിയർ പാർട്ട്ണർഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിംപ്ലി കുറച്ച് ആളുകൾ ചേർന്ന് ഒരു എന്താണ് ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഗെയിനിന് വേണ്ടിയിട്ട് ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ടുഗെദർ, സം പീപ്പിൾ ടുഗെദർ. സോ അതിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് അടിസ്ഥാനത്തിലുള്ള പല സംരംഭങ്ങളൊക്കെ നമുക്ക് അറിയാം അല്ലെ. സോ അത്തരം പാർട്ട്ണർഷിപ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻസിനെ കൂടെ എന്ത് ചെയ്തു, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് പുതിയൊരു പീസ് ഓഫ് ലെജിസ്ലേഷൻ പാർലമെന്റ് കൊണ്ടുവന്നു. അത് വേറൊരു പേരിലാണ് അറിയപ്പെടുന്നത്. ആ ആക്ടിന്റെ പേരെന്ന് പറയുന്നത് ദി ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 1932 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് കൊണ്ടുവന്നു. സോ പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ ഉണ്ടായിരുന്ന പ്രൊവിഷൻസിനെ അങ്ങനെ റിമൂവ് ചെയ്തു. സോ ഇതിനൊന്ന് സമ്മറൈസ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ 3 പോയിന്റ്സ് മാത്രം നിങ്ങൾ ഓർത്താൽ മതി, 3 പോയിന്റ്സ് മാത്രം നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഫസ്റ്റ് വൺ ഈസ് ദി ഒറിജിനലി enacted Indian Contract Act contained 266 sections. That is section 1 to 266. In the year 1930, 1930, the sections from 76 to 123 was removed from the Indian Contract Act and a new legislation was formed as the Sale of Goods Act 1930. The third point is that in the year 1932, the provisions relating to partnership was also removed from the Indian Contract Act and it framed a new legislation called the Indian Partnership Act 1932. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 1930ലെയും 32ലെയും പുതിയ ലെജിസ്ലേഷൻസ് വന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസിനെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്നും റിമൂവ് ചെയ്തു ഇല്ലേ. അപ്പൊ ഇനി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടില് ബാക്കിയുള്ള സെക്ഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ ഫോക്കസ് അതല്ലേ. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പോയി, അതായത് സെക്ഷൻ 76 to 123 പോയി, അവിടെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് വന്നു. നമുക്കത് മാറ്റിവെക്കാം. ദെൻ 1932 ആയപ്പോഴേക്കും എന്താണ്, സെക്ഷൻ 239 മുതൽക്ക് 266 വരെയുള്ള പ്രൊവിഷൻസിനെ റിമൂവ് ചെയ്തിട്ട് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് ഉണ്ടാക്കി. അതും നമ്മുടെ കൺസേൺ അല്ല, ബാക്കിയുള്ളതാണ് നമ്മളുടെ ഏരിയ ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. അതാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറഞ്ഞ് ഇന്ന് നിലവിലുള്ളത്. ഓക്കെ, സോ നമ്മുടെ ഡിസ്കഷൻ, നമ്മളുടെ ഏരിയ ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി റിലേറ്റിംഗ് ടു ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുന്ന സെക്ഷൻസ് അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് റിലേറ്റിംഗ് ടു ദിസ് സെക്ഷൻസ് ആയിരിക്കാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ പറയാം, ദി ഒറിജിൻ ഓഫ് ദി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 വാസ്, എവിടെ നിന്നായിരുന്നു? അപ്പോൾ ദാറ്റ് ഈസ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അല്ലെ. ഒറിജിനലി ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് അല്ലെങ്കിൽ ദ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് വേർ എന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഇറ്റ് വാസ് ഇൻ ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, കാരണം 1930ലാണ് പുതിയ ആക്ട് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ ചോദിക്കാം, ദി പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദ പാർട്ട്ണർഷിപ്പ് വാസ് ഒറിജിനലി കണ്ടെയ്ൻഡ് ഇൻ, എന്നിട്ട് ഓപ്ഷൻസ് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കാം: ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട്. അങ്ങനെ ഇതൊക്കെ വെറുതെ ഓപ്ഷൻസ്, നിങ്ങൾ ഇതിന്റെ ഒന്നും പേരോർത്ത് നിങ്ങൾ വറീഡ് ആവണ്ട, ജസ്റ്റ് ഓപ്ഷൻസ് തന്നേ ഉള്ളൂ. സോ ഒറിജിനലി ദ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് എവിടെയായിരുന്നു? ദാറ്റ് വാസ് ഇൻ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അല്ലേ. സോ അതാണ് ആ രീതിയിൽ ഈ ഒരു 2 ആക്ടിന്റെയും ഇമ്പോർട്ടൻസ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഒറിജിൻ ഓഫ് ദി ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് വാസ് എന്താണ്? ഫ്രം ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. അത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ ഏരിയയിലേക്ക് വരാം. ദാറ്റ് ഈസ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റിനെയാണ്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കോൺട്രാക്ട് എന്ന് ഒരുപാട് തവണ പറഞ്ഞില്ലേ. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് കോൺട്രാക്ട്സിനെയാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അറിയണ്ടേ. കാരണം നമുക്ക് കോൺട്രാക്റ്റിനൊക്കെ നമ്മളും കേട്ടിട്ടുണ്ട്, പലതരത്തിലുള്ള കോൺട്രാക്ട്സിനെ കുറിച്ച് നമുക്കൊക്കെ ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. പക്ഷേ അതെല്ലാം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് കവർ ചെയ്യുന്നുണ്ടോ
എന്നുള്ളത് നമുക്ക് അറിയണം. സോ we are moving towards our discussion, that is the nature of the contract covered under Indian Contract Act. The nature എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിനെ കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഒബ്സർവ് ചെയ്യാണ്. സോ ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എന്ന് നിങ്ങളൊന്ന് ടൈറ്റിൽ എഴുതാം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഹിയർ ദ ഇനാക്ട്മെന്റ് came in the year, അല്ലെങ്കിൽ came to force in the year 1872 on September 1st. ഡേറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കാരണം ഡേറ്റ് മാറ്റിയിട്ടും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. കാരണം ഇയറും ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ചോദിക്കുന്നത് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ ദ ഇയർ, ചിലപ്പോൾ 1872 ചോദിച്ചിട്ട് സെപ്റ്റംബർ 1, ഒക്ടോബർ 1, നവംബർ 1, ഡിസംബർ 1 അങ്ങനെ ചോദിക്കാം. അതല്ലെങ്കിൽ 1872 സെപ്റ്റംബർ 1, സെപ്റ്റംബർ 2, സെപ്റ്റംബർ 3, സെപ്റ്റംബർ 4 അങ്ങനെയും ചോദിക്കാം. അപ്പൊ അല്ലെങ്കിൽ ഇയർ മാറ്റിയിട്ട് എല്ലാം, അതായത് 1871 സെപ്റ്റംബർ 1, 1870 സെപ്റ്റംബർ 1, 1872 സെപ്റ്റംബർ 1 അങ്ങനെ ഡേറ്റും ഇയറും മാറ്റി മാറ്റി ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. സോ ഡേറ്റ് ആൻഡ് ഇയർ ഓഫ് ദി ആക്ട് ഷുഡ് ബി റിമെമ്പേർഡ്. ഓക്കെ, അത് എന്താണ്? സെപ്റ്റംബർ 1st 1872 ആണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നിലവിൽ വന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിലവിലുള്ള ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിനെ നമുക്ക് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സെക്ഷൻ 1 to 75 എന്ന് പറയുന്നത്, അതായത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ സെക്ഷൻ 1 to 75 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദി പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്ട്. ഒന്നുകൂടെ പറയാം, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ സെക്ഷൻസ് 1 to 75 1 മുതൽ 75 വരെയുള്ള സെക്ഷൻസ് ഡീൽ ചെയ്യുന്നത് എന്തിനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോ ഓഫ് കോൺട്രാക്ട്. കോൺട്രാക്ട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ജനറൽ പ്രിൻസിപ്പിൾസ്. ഒന്നും കൂടി സിമ്പിൾ ആക്കിയിട്ട് പറയുകയാണെങ്കിൽ എല്ലാ കോൺട്രാക്ട്സിനും അപ്ലിക്കബിൾ ആയിട്ടുള്ള ചില പൊതുവായ കാര്യങ്ങൾ ഇന്ത്യയിൽ തന്നെയുള്ള എല്ലാ തരത്തിലുള്ള കോൺട്രാക്ട്സിനും, കോൺട്രാക്ട്സ് എന്താണെന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കുക, എല്ലാ തരത്തിലുള്ള കോൺട്രാക്ട്സിനും അപ്ലിക്കബിൾ ആയിട്ടുള്ള ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്, കോമൺ ആയിട്ട് ചില റൂൾസ് ഉണ്ട്. അതാണ് സെക്ഷൻ 1 to 75 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ഡീൽ ചെയ്യുന്നത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, ദ നെക്സ്റ്റ് പാർട്ട്, ദ സെക്കൻഡ് പാർട്ട് ഈസ് എങ്ങനെയാ വരുന്നത്? സെക്ഷൻ 124 to 238. ഇനി ഇടയിലുള്ള സെക്ഷൻ എവിടെ പോയി എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണ്ട, ബ്ലാങ്ക് ആവണ്ട. കൊണ്ടുപോയിട്ടുണ്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, 76 to 123 ആരെടുത്തു? സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എടുത്തു. നമുക്കില്ല, കോൺട്രാക്ട് ആക്ടിനില്ല. നമ്മൾ 75 കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 124 മുതൽ 238 വരെയുള്ള സെക്ഷൻസ് ആണ് പിന്നെ ഉള്ളത്. ദാറ്റ് സെക്കൻഡ് പാർട്ട് ഡീൽസ് വിത്ത് some specific kind of contracts or special kind of contracts. So ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിനെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആ 2 സെക്ഷൻസിന്റെ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. 1 മുതൽ 75 വരെയുള്ള സെക്ഷൻസ് എന്ന് പറയുന്നത് ഡീൽ ചെയ്യുന്നത് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോ ഓഫ് കോൺട്രാക്ട്സ്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അതായത് എല്ലാ കോൺട്രാക്ട്സിനും അപ്ലിക്കബിൾ ആയിട്ടുള്ള ചില പൊതു കാര്യങ്ങളാണ് എന്ത് പറയുന്നത്? സെക്ഷൻ 1 to 75 പറയുന്നത്. Then when it comes to section 124 to 238, it deals with certain kind of special contracts. റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അത് രജിസ്റ്റർ ആവാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നവരുണ്ടാവാം. ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് റിഫ്രഷ് ചെയ്യാന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ഫൈൻ. സോ ഇവിടെ 2 പോയിന്റ് ഓർത്തിരിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ഇസ് റിലേറ്റിംഗ് ടു ദി ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ദി ഇനാക്ട്മെന്റ് ആൻഡ് നെക്സ്റ്റ് ഈസ് ദി ഡിവിഷൻ ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഹോപ്പ്
ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ വി ആർ ടേക്കിംഗ് ദി നെക്സ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് അടുത്തത് ദ നേച്ചർ ഓഫ് ദി കോൺട്രാക്ട്. എന്താണ് നേച്ചർ, ഏത് തരത്തിലുള്ള കോൺട്രാക്റ്റിനെയാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് കവർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ഹിയർ നമുക്ക് ഞാൻ നേരത്തെയും പറഞ്ഞു നിങ്ങളോട്, നിങ്ങൾക്ക് പലതരത്തിലുള്ള കോൺട്രാക്ട്സ് അറിയുന്നുണ്ടാവാം, പലതരത്തിലുള്ള കോൺട്രാക്ട്സുമായിട്ട് നിങ്ങൾ ഫെമിലിയറും ആവാം. പക്ഷേ എല്ലാ തരത്തിലുള്ള കോൺട്രാക്ട്സിനെയും ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഡീൽ ചെയ്യുന്നില്ല. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺട്രാക്ടിന് ചില ക്വാളിഫിക്കേഷൻസ് ഒക്കെ വേണം. അങ്ങനെ ആലോചിക്കുക. ഓക്കെ, അങ്ങനെ എല്ലാ കോൺട്രാക്ട്സിനെയൊന്നും ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഡീൽ ചെയ്യില്ല. ചില ക്വാളിഫിക്കേഷൻസ് ഒക്കെയുള്ള, ചില ക്രൈറ്റീരിയാസ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്ന കോൺട്രാക്ട് ആണെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. ഓക്കെ ദെൻ ഫോർ എക്സാമ്പിൾ നമുക്ക് ആ ഒരു നേച്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ തന്നെ ഡേ ടു ഡേ ലൈഫിലെ ചില കാര്യങ്ങൾ നമുക്ക് എടുക്കാം, ജസ്റ്റ് ഫോർ ദ ഡിസ്കഷൻ. അതായത് നമ്മളെല്ലാം നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഒത്തുകൂടാറുണ്ട്, ട്രീറ്റ് ചെയ്യാറുണ്ട്, ട്രീറ്റ് ചോദിച്ച് മേടിക്കാറുണ്ട്, ട്രീറ്റ് കൊടുക്കാറുണ്ട്. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യാണ്. ഇപ്പോൾ കൊറോണയുടെ ഒക്കെ ടൈമാണ്, എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. സപ്പോസ് വൺ ഓഫ് യുവർ ഫ്രണ്ട്സ്, ഒരാൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്, നിങ്ങളെ വിളിച്ചിട്ട് പറയാണ്, ഡോ നെക്സ്റ്റ് ഡേ എൻ്റെ വീട്ടിലേക്ക് പോരെ, കൊറോണയുടെ ഒക്കെ സമയമായതുകൊണ്ട് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ കുറച്ച് നമ്മൾ അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ നീയും കൂടെ വാ, നമുക്ക് അടിച്ചു പൊളിക്കാം, സെലിബ്രേറ്റ് ചെയ്യാം, ഫുഡൊക്കെ കഴിക്കാം എന്ന് പറയാണ്. കാരണം കൊറോണ ആയതുകൊണ്ട് പുറത്തൊന്നും പോകുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക, വീട്ടിൽ തന്നെ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോവാം, സേഫ് ആണ്. ഓക്കെ, സോ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് പറയാണ് നെക്സ്റ്റ് സൺഡേ. സോ നിങ്ങളുടെ ആരും പേര് അറിയില്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ട്സിനെ നമുക്ക് എ ആൻഡ് ബി എന്ന് ഇമാജിൻ ചെയ്യാം. എ ആൻഡ് ബി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആൻഡ് എ ഓഫേഴ്സ് എ ട്രീറ്റ് ടു ബി. എ അങ്ങോട്ട് വിളിച്ച് ഓഫർ ചെയ്യാണ് ബിയോട്, ബി കം ടു മൈ ഹോം ഓൺ കമ്മിങ് സൺഡേ, ഐ ഗിവ് യു എ ട്രീറ്റ് എന്ന് പറയാണ്, നമുക്ക് കൂടാ എന്ന് പറയാണ്. സോ ബി എന്ത് ചെയ്യാണ്, അക്സെപ്റ്റ് ചെയ്യാണ്, ഞാൻ വരാടോ, ഇവിടെ ഇരുന്ന് ബോർ അടിക്കുവാണ്, ഞാൻ വരാം, നമുക്ക് അടിച്ചു പൊളിക്കാം, ഫുഡൊക്കെ കഴിക്കാം, എനിക്ക് നോൺ വേണം നിർബന്ധമാണ്, അമ്മയോട് പറഞ്ഞേക്കൂ എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി നെക്സ്റ്റ് സൺഡേ വരാവുന്ന ആള് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. സോ എന്തായാലും ഒരു ഓഫർ കിട്ടിയതല്ലേ, പോയേക്കാം. ഹി അക്സെപ്റ്റഡ് ഇറ്റ്, എ ആൻഡ് ബി. പക്ഷേ നെക്സ്റ്റ് സൺഡേ ആയപ്പോ ബി എന്ത് ചെയ്തു, ബിക്ക് പോവാനൊരു മടി, പോകുന്നില്ല. സൺഡേ ആയപ്പോ എ വിളിച്ചു, ഇതേ ഞങ്ങൾ ഫുഡൊക്കെ റെഡിയാക്കി വരുന്നില്ലേ, വെയിറ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞു. അപ്പൊ ബി പറഞ്ഞു, ഞാൻ എണീക്കാൻ ലേറ്റ് ആയി, എനിക്ക് ഉറക്കം വരുന്നു, അല്ലെങ്കിൽ എന്താ വേറെ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറയാണ്. അതൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യുന്നല്ലേ, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് അപ്പോൾ ഒരു പെട്ടെന്നൊരു മടിയാ അല്ലേ, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ അന്ന് വേറെ അടിപൊളി ഫുഡ് അമ്മ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ വിചാരിക്കാം. അപ്പോൾ അത് മിസ് ചെയ്ത് പോവാനൊരു മടി, അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട്, എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് കൊണ്ട് ബി കുഡിൻ മേക്ക് ഇറ്റ്. ബി പറയാണ്, എടോ ഞാൻ പിന്നെ അല്ലെങ്കിൽ പോട്ടെ, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, ഒരു റെസ്പോൺസും ഇല്ല, എ വിളിച്ചുകൊണ്ടിരിക്കുക, മെസ്സേജ് ചെയ്യുന്ന ഒക്കെ ഉണ്ട്, ബി കിടന്ന് ഉറങ്ങിപ്പോയി. സോ അങ്ങനെ ഇമാജിൻ ചെയ്യാം. എനിവേ ബി പോയില്ല, ആ ഒരു സിറ്റുവേഷൻ അവിടെ ഇമാജിൻ ചെയ്യാം. ദെൻ വേറൊരു സിറ്റുവേഷൻ എടുക്കാം. വേറൊരു സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് വീട്ടിലേക്ക് വരാം, നമ്മുടെ വീട്ടിലേക്ക് വരാം. നമ്മുടെ വീട്ടിലിപ്പോൾ സപ്പോസ് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് എന്തെങ്കിലും ഒരു സിബ്ലിങ്സ്, നിങ്ങൾ തന്നെ സിബ്ലിങ്സ് അല്ലെങ്കിൽ വേണ്ട അച്ഛനെ അമ്മ ഇമാജിൻ ചെയ്യാം. അച്ഛൻ വിളിച്ചിട്ട് അമ്മയോട് പറയാണ്, ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കണ്ട, വരുമ്പോൾ ഞാൻ ഫുഡ് പാഴ്സൽ വാങ്ങിച്ചിട്ട് വരാം, നമുക്ക് ഫുഡ് ഞാൻ കൊണ്ടുവരാൻ, കുക്ക് ചെയ്യണ്ട എന്ന് പറയാം. അല്ലെങ്കിൽ പോട്ടെ, ആ ഒരു നമ്മൾ ഫുഡിന്റെ തന്നെ എക്സാമ്പിൾസ് വേണ്ട, അമ്മ അടുത്ത് വിളിച്ചിട്ട് പറയാണ്, ഞാനൊന്ന് ഡ്രസ്സ് എടുക്കുന്നുണ്ട്, സാരി എടുക്കാം, ഐ എം ഗോയിങ് ടു പർച്ചേസ് എ സാരി ഫോർ യു, എ ഗിഫ്റ്റ് ഫോർ യു, ഏത് കളർ സാരിയാ വേണ്ടത് ചോദിക്കാം. സപ്പോസ് അമ്മ പറഞ്ഞു ഏതെങ്കിലും ഒരു റെഡ് കളർ സാരി എന്ന് പറഞ്ഞു വിചാരിക്കാം. അപ്പോൾ അമ്മ ഒരു ഉച്ചയ്ക്കാണ് സംഭവിക്കുന്നത്, നേരത്തെ ഇറങ്ങും, സാരി ഗിഫ്റ്റ് ചെയ്യാം എന്നൊക്കെ, ആരുടെങ്കിലും ഫംഗ്ഷൻ വരുന്നുണ്ട് ഫാമിലിയിൽ എന്നൊക്കെ ഇമാജിൻ ചെയ്യൂ. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ അമ്മ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, ഈ ഗേളി വെയിറ്റ് ചെയ്യാണ്, മീൻസ് അച്ഛൻ വരുമ്പോൾ സാരി കൊണ്ടുവരും എന്നുള്ള രീതിയിൽ. ആസ് യൂഷ്വൽ അച്ഛൻ വൈകുന്നേരം വന്നപ്പോൾ കയ്യും വീശിയാണ് വരുന്നത്. പലയിടത്തും പല ഫാമിലീസിലും ഇപ്പൊ അച്ഛനമ്മ എന്നുള്ള എക്സാമ്പിൾ ഒന്നും അല്ല, ഗേൾ ഫ്രണ്ട്സ്, ബോയ് ഫ്രണ്ട്സ്, ഫ്രണ്ട്സ്, സിസ്റ്റർ, ബ്രദർ എല്ലാ റിലേഷനിലും ഉണ്ട്. പ്രോമിസ് ഇങ്ങോട്ട് തന്നെ അഡ്വാൻസ് ചെയ്തിട്ട് അത്
അറിഞ്ഞിട്ടേ ഇല്ലാത്ത രീതിയിൽ റിയാക്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ ഇഷ്യൂസ് ഒക്കെ നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ. സോ അച്ഛൻ ആസ് യൂഷ്വൽ വരികയാണ്, പറഞ്ഞു ഇറങ്ങിയപ്പോൾ ലേറ്റായി, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു, ഇനി അടുത്ത ദിവസം വാങ്ങാം. അത് യൂഷ്വൽ എന്ന ഒരു പ്രശ്നമേ അല്ലാത്ത രീതിയിൽ വിട്ടു. അമ്മ ഇങ്ങനെ ഉച്ച മുതൽക്ക് എക്സ്പെക്ട് ചെയ്യാണ് സാരി കൊണ്ടുവരും എന്നുള്ള രീതിയിലൊക്കെ. സോ ആ ഒരു സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യാം. കൊണ്ടുവരാമെന്ന് പറഞ്ഞു, ഈ ഓഫേർഡ് സാരി അല്ലേ, വിളിച്ചു പറഞ്ഞു, ഓഫർ ചെയ്തു. അമ്മ പറഞ്ഞു ഓക്കെ അക്സെപ്റ്റ് ചെയ്തു, റെഡ് കളർ മതി എന്നൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റായി. പക്ഷെ എന്താണ് നടന്നില്ല, സാരി കൊണ്ടുവന്നുമില്ല, സാരി കിട്ടിയുമില്ല, ഓഫറും ഇല്ല, അക്സെപ്റ്റൻസ് അവിടുത്തെ ഈ അക്സെപ്റ്റൻസിന് വരെയില്ല, അങ്ങനെ ഒരു ഓഫറിനും അവിടെ ഒരു സാധ്യതയും ഇല്ല. ഓക്കെ, ഇനി വേറൊരു സിറ്റുവേഷനും കൂടെ നമുക്ക് ഇമാജിൻ ചെയ്യാം. അപ്പൊ ഈ രണ്ട് സിറ്റുവേഷനും നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലുള്ള ഒരു സിറ്റുവേഷൻ നമ്മുടെ മൈൻഡിലുണ്ട്, ഫാമിലിയിലെ ഒരു സിറ്റുവേഷൻ നമ്മുടെ മൈൻഡിലുണ്ട്. നെക്സ്റ്റ് അടുത്ത ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളിങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട് അല്ലെ, പർച്ചേസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ നമുക്കിപ്പോ ഈ സമയം ലോക്ക്ഡൌണിന്റെ സമയമാണ്, ഒരു വണ്ടി വേണം. നമുക്ക് ഫസ്റ്റ് ഹാൻഡ് വണ്ടി വാങ്ങിക്കാനൊന്നും നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് നമ്മൾ നോക്കുന്നത്, 2 വീലർ ഇമാജിൻ ചെയ്യും. ഓക്കെ, നമ്മൾ OLXലൊക്കെ നോക്കുന്നുണ്ട്, കാരണം നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല, അവിടെ ഇവിടെയൊക്കെ പോകണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടി വേണം എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് നമ്മുടെ മുന്നിലുള്ളത്. ഇപ്പൊ നമ്മൾ വി ആർ സെർച്ചിങ് ഫോർ എ സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾ. നമ്മൾ കണ്ടുപിടിച്ചു, നമ്പറൊക്കെ എടുത്ത് വിളിച്ചു, നമ്മുടെ വീടിന്റെ നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്, പറഞ്ഞു വരുമ്പോൾ നമുക്ക് അറിയുന്ന ആളാണ്, വിളിച്ചു പറഞ്ഞു ചേട്ടാ വണ്ടി കൊടുക്കുന്നുണ്ടല്ലോ എനിക്ക് വേണം. അപ്പോൾ എത്ര രൂപയാണ് മീൻസ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഓക്കെ, ഒരു 40,000, 2 വീലറാണ്, വലിയ പഴക്കമൊന്നുമില്ല, അത് നല്ല വണ്ടിയാണെന്നൊക്കെ വിചാരിക്കും. 40,000 ഫിക്സ് ചെയ്തു. അപ്പോൾ ഫോട്ടോസ് അയച്ചു തരൂ, ഫോട്ടോസ് അയച്ചു കൊടുത്തു, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു, ബുക്സ് എല്ലാ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ എന്നൊക്കെ ചോദിച്ചു, എമൗണ്ട് ഒക്കെ ബാർഗൈൻ ചെയ്ത് 40 ഓക്കെ ആണ്. അപ്പോൾ പറഞ്ഞു ഓക്കെ ഐ കം ടുമോറോ, പൈസയായിട്ട് ഞാൻ നാളെ വരാം, വണ്ടിയൊക്കെ റെഡിയാക്കി വെക്കൂ എന്ന് പറഞ്ഞു. ഓക്കെ, നാളെ വരാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇമാജിൻ ചെയ്യാണ്, രണ്ട് സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യാം. അതായത് വരാം, പൈസ കൊണ്ട് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് വേറെയും കുറെ ഓഫേഴ്സ് വരുന്നുണ്ട്, 45-ന് തരാം, വണ്ടി വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞ് വേറൊരാൾ വിളിച്ചു. അങ്ങനെ പല കോൾസ് ആൾക്ക് പിന്നെയും OLXൽ കണ്ടിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആൾ പറയാം ഇല്ല, അത് ഫിക്സ് ചെയ്തു, അത് സെയിൽ ആയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ബാക്കി വന്നവരൊക്കെ ഈ വണ്ടിയുടെ ഉടമസ്ഥൻ അവോയ്ഡ് ചെയ്തു. അതുപോലെ തന്നെ ഇവരാണെങ്കിലും ഈ 2 പേര് വേണം എന്ന് പറഞ്ഞ ആളാണെങ്കിലും എന്ത് ചെയ്തു, ദാറ്റ് ഈസ് ഗോയിങ് ടു പർച്ചേസ് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനിൽ നാളെയായി, ഈ വണ്ടി വേണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട ആൾ എന്ത് ചെയ്യുന്നില്ല, പൈസയായിട്ട് പോകുന്നില്ല വണ്ടി വാങ്ങിക്കാൻ. ആ ഒരു സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഇയാൾ പൈസയൊക്കെ ആയിട്ട് അവിടെ ചെന്നു, അപ്പൊ ആള് പറയാണ് ഞാനിപ്പോ വണ്ടി കൊടുക്കുന്നില്ല, എനിക്ക് വേണം എന്നുള്ളൊരു സിറ്റുവേഷൻ പറയാണ്. ഈ ഒരു ഇവരെ നമുക്ക് A, B എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ A എന്ത് ചെയ്തു, വണ്ടി വേണം എന്ന് പറഞ്ഞു, B കൊടുക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു എമൗണ്ട് എല്ലാം പറഞ്ഞ് ഫിക്സ് ചെയ്തു. പക്ഷെ ടുമോറോ ആവുമ്പോൾ, ആ ഒരു വണ്ടി വാങ്ങിക്കാം എന്ന് പറയുന്നൊരു മൊമെന്റ് അല്ലെങ്കിൽ ആ ഒരു ടൈം ആവുമ്പോൾ സംഹൗ ആ ഒരു ഡീല് നടക്കുന്നില്ല. അത് രണ്ടാളിൽ ഒരാളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടാവാം, ആ ഒരു ഡീല് നടക്കുന്നില്ല. സോ ആ ഒരു സിറ്റുവേഷൻ കൂടെ ഇമാജിൻ ചെയ്യാം. അപ്പോൾ നമ്മളുടെ മുന്നിൽ 3 എക്സാമ്പിൾസ് ഉണ്ട് ഇല്ലേ? റിലാക്സ്. ആ 3 എക്സാമ്പിൾസിനെ നമ്മളൊന്ന് നമ്മുടെ മൈൻഡിൽ, ആ ഒരു 3 എക്സാമ്പിൾസ് മാത്രം നമ്മളൊന്ന് ഇമാജിൻ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഫ്രണ്ട് ഇൻവൈറ്റിംഗ് ഫോർ എ ട്രീറ്റ്, നമ്മൾ പോകുന്നില്ല. ഓർ എ partner offers a sari and fails to fulfill that offer. Then thirdly, one party offers എന്താണ്, I want to purchase your vehicle എന്ന് അങ്ങോട്ട് വിളിച്ച് പറയാണ്, എനിക്ക് ആ എമൗണ്ടിന് ഞാൻ ഓക്കെയാണ്, എനിക്ക് വേണമെന്ന് വിളിച്ച് പറയാണ്. The next person, opposite person says that okay you come, I'll give you, I'll sell this to you for this amount എന്ന് തിരിച്ച് പ്രോമിസും ചെയ്യാണ് അല്ലേ? അപ്പോൾ ഒരാളൊരു ഓഫർ കൊടുക്കുന്നു, അടുത്ത ആളത് അക്സെപ്റ്റ് ചെയ്യുന്നു. അവിടെ ഒരു മ്യൂച്വൽ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രോമിസ് ഉണ്ട് അല്ലേ? സോ ഈ ഒരു 3 സിറ്റുവേഷൻസിലും നമുക്കുള്ള ഒരു കോമൺ തിങ് നമുക്ക് കണ്ടുപിടിക്കാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മളോട് വരാമെന്ന് പറഞ്ഞു, വന്നില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സ്ഥിരം നടക്കുന്ന കാര്യമല്ലേ. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെതിരെ കേസ് കൊടുക്കാറുണ്ടോ? നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും ഫുഡ് ഇവിടെ ഉണ്ടാക്കി വെച്ചു, നീ കഴിച്ചില്ല എന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുമോ? അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ലെ? നമ്മൾ ഇതുവരെയും അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ ഫേസ് ചെയ്തിട്ടില്ല. കാരണം
സ്ഥിരമാണ്. സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തോ, ഞാൻ എത്തിയേക്കാം എന്ന് പറയും. ഓൺലൈൻ ഒരാഴ്ച മുൻപ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും, അന്ന് ആള് വേറെ ഏതെങ്കിലും രാജ്യത്തായിരിക്കും. നമുക്ക് അറിയുന്ന സിറ്റുവേഷൻ ആണിത്. പക്ഷെ നമ്മൾ ആരും കേസ് കൊടുക്കാൻ പോയിട്ടില്ല. അമ്മ അച്ഛനോടോ അല്ലെങ്കിൽ ചേച്ചി അനിയനോടോ ഏട്ടൻ അനിയത്തിയോടോ ഒക്കെ സ്ഥിരം പറയുന്നതാണ്, ഞാൻ വരുമ്പോൾ വാങ്ങിച്ചിട്ട് വരാം. വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, ഡയലോഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ഇതുവരെ അമ്മ അച്ഛനെതിരെയോ ഏട്ടൻ അനിയത്തിക്കെതിരെയോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നമ്മൾ കേസ് കൊടുത്തിട്ടില്ല. ഓഫർ ഇങ്ങോട്ട് തന്നെ ആയിരിക്കും തന്നത്, പക്ഷെ ഫുൾഫിൽ ചെയ്യാതെ എത്രയോ സിറ്റുവേഷൻസ് ഉണ്ട്, ഇനി ഉണ്ടാവാൻ കിടക്കണു അല്ലേ. പക്ഷെ നമ്മൾ ആരും കേസ് കൊടുക്കാൻ പോകുന്നില്ല. മീൻസ് അത് എൻഫോഴ്സ് ചെയ്യാം. നമ്മൾ വഴക്കിടും പിണങ്ങിയിരിക്കും എന്നല്ലാതെ അതിനപ്പുറം അത് പോകുന്നില്ല. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു തേർഡ് കംപ്ലൈന്റ് അല്ലെങ്കിൽ മൂന്നാമത്തെ സിറ്റുവേഷൻ, സോറി നോട്ട് ദ കംപ്ലൈന്റ്, ടു ദ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ അവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളൊരു കാര്യം പറയുന്നത് ഒരു തേർഡ് പേഴ്സൺ ആണല്ലേ. ഒരാളൊരു കാര്യം പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അക്സെപ്റ്റ് ചെയ്യുന്നു. അവിടെ ഒരു റിയലി ഒരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി അവിടെ നടക്കുന്നുണ്ട്. ഹോപ്പ് യു ക്യാൻ ഗെറ്റ് ദ ഡിഫറൻസ്. നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്. ഫ്രണ്ട്സിന്റെ ഇടയിലുള്ള തരത്തിലുള്ള ഒരു സോഷ്യൽ കോൺട്രാക്റ്റ് ആണത്. ഫാമിലിയിലേക്ക് വരുമ്പോൾ ദാറ്റ് ഇസ് എ ഡൊമസ്റ്റിക് കോൺട്രാക്ട്. വീടിനകത്തുള്ള ഫാമിലി റിലേഷൻഷിപ്പിന്റെ ഇടയിലുള്ള ഒരു കോമൺ കോൺട്രാക്റ്റ് ആണ് ഡൊമസ്റ്റിക് കോൺട്രാക്ട് എന്ന് നമുക്ക് പറയാം. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദി തേർഡ് സിറ്റുവേഷൻ, ദ സിറ്റുവേഷൻ ഇസ് ഡിഫറെന്റ്. കാരണം ബാക്കി രണ്ട് കേസും എടുത്തു നോക്കൂ, അവിടെ ആർക്കേ ബെനിഫിറ്റ് ഉള്ളൂ? ഒരാൾക്കേ ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ. ഫ്രണ്ട് വിളിക്കുന്നു, ട്രീറ്റ് കൊടുക്കാന്ന് പറയുമ്പോൾ ഇപ്പോൾ എ ബിയെ ഇൻവൈറ്റ് ചെയ്യാണ്. എ ഫുഡെല്ലാം കൊടുക്കുവാണ്, ഫുഡെല്ലാം അതിന്റെ കുക്കിംഗ് എല്ലാം ചെയ്ത് എല്ലാം അടിപൊളി ഡിഷസ് എല്ലാം ഉണ്ടാക്കി ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഫ്രണ്ട് വരുന്നില്ലെങ്കിൽ എന്താണ് അവിടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരാൾക്കേ ഉള്ളൂ. ബിക്ക് ഇഷ്ടം പോലെ അടിച്ചുപോലെ ഫുഡ് കഴിക്കാം. എക്ക് അവിടെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഫ്രണ്ടിനോടുള്ള സ്നേഹം കൊണ്ട് ട്രീറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അച്ഛൻ അമ്മയോട് പറയുന്നു സാരി വാങ്ങിച്ചു തരാം, അമ്മയ്ക്ക് സാരി കിട്ടും. അച്ഛൻ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഇൻ റിട്ടേൺ ഒന്നുമില്ല. ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ലവ് ആൻഡ് അഫെക്ഷൻ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ്, അങ്ങനെയല്ലേ ഉള്ളൂ. പക്ഷെ തേർഡ് കേസിൽ അങ്ങനെ അല്ല. രണ്ടു പേർക്കും ബെനിഫിറ്റ് ഉണ്ട്. കാരണം എക്ക് വണ്ടി വേണം, സോ ബി വണ്ടി കൊടുക്കുന്നു. ഇൻ റിട്ടേൺ ബി വിൽ ബി ഗെറ്റിംഗ്, ബിക്ക് എന്ത് കിട്ടുന്നു? പൈസ കിട്ടുന്നുണ്ടല്ലേ. സോ എയും ബിയും തമ്മിലുള്ള ആ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ രണ്ടു പേർക്കും ബെനിഫിറ്റ് ഉണ്ട്. സോ ആ ഒരു ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഫുൾഫിൽ ചെയ്തില്ല എങ്കിൽ അവർക്ക് നഷ്ടവുമുണ്ട് അല്ലേ. ഇപ്പോൾ ഈ ഒരു പൈസ കൊടുത്ത് വണ്ടി വാങ്ങാൻ പോയില്ല എന്നുണ്ടെങ്കിൽ ബി വിൽ ബി ഹാവിങ് സം ലോസ്. കാരണം വേറെ കുറെ പേര് വിളിച്ച് വണ്ടി വേണമെന്ന് പറഞ്ഞു, അവരോടൊക്കെ ഇല്ല എന്നൊക്കെ പറഞ്ഞു, ബി പോയതുമില്ല. സോ ആ ഒരു ടൈമിൽ ആ ഒരു ട്രാൻസാക്ഷൻ നടക്കാത്തത് കൊണ്ട് ആർക്ക് ഇവിടെ ലോസ് ഉണ്ട്? ബിക്ക് ലോസ് ഉണ്ട്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. സോ തേർഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സം കൈൻഡ് ഓഫ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്. അവിടെ രണ്ട് പാർട്ടിക്കും ബെനിഫിറ്റ് ഉണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചില കൺസിഡറേഷൻ ഉണ്ട്. അങ്ങോട്ടൊരു കൺസിഡറേഷൻ ഉണ്ട്, ഇങ്ങോട്ടൊരു കൺസിഡറേഷൻ ഉണ്ട്. ഓക്കെ, ഈ കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസിനെയാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് കവർ ചെയ്യുന്നത്. കാരണം അവിടെ ഒരു മ്യൂച്വൽ പ്രോമിസ് ഉണ്ട്, മ്യൂച്വൽ കൺസിഡറേഷൻ ഉണ്ട്. ആ ടേംസ് എല്ലാം വളരെ റിലവന്റ് ആണ്. കാരണം നമ്മൾ ഇനി കോൺട്രാക്ട് പഠിക്കുമ്പോൾ ഈ പറയുന്ന ടേംസ് എല്ലാം ഇവിടെ നമുക്ക് തേർഡ് സിറ്റുവേഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ എ ഓഫേഴ്സ് ദാറ്റ് ഐ വിൽ പർച്ചേസ് യുവർ വെഹിക്കിൾ ഫോർ 40,000. എ അങ്ങോട്ട് ഓഫർ ചെയ്യാണ്, ഞാൻ 40 രൂപയ്ക്ക് അത് വാങ്ങിക്കാം. ബി പറയാണ് ഓക്കെ ഞാൻ തരാം, 40,000 രൂപയ്ക്ക് ഞാനത് തരാം എന്ന് തിരിച്ചും പറയാണ്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓഫർ കൊടുത്തു, ആളത് അക്സെപ്റ്റ് ചെയ്തു. ദെൻ കംസ് എന്താണ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രോമിസ് ഉണ്ട്. ആൻഡ് ഫോർ ദാറ്റ് പ്രോമിസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺസിഡറേഷനും ഉണ്ട്. നമ്മൾ കൺസിഡറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് കൊടുക്കുന്ന പൈസയാണ് ബിക്ക് കിട്ടുന്ന കൺസിഡറേഷൻ, ഇങ്ങോട്ട് കൊടുക്കുന്ന വണ്ടിയാണ് എക്ക് കിട്ടാവുന്ന കൺസിഡറേഷൻ. സോ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രോമിസ് എന്താണ്? ഫോർ എ കൺസിഡറേഷൻ. അത്തരത്തിലുള്ള കോൺട്രാക്ട്സ് അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഒരു എഗ്രിമെന്റ് അവിടെ ഫോം ചെയ്യാണ് ആ ഒരു ട്രാൻസാക്ഷനിൽ. അങ്ങനെയുള്ള എഗ്രിമെന്റ്സ്, അങ്ങനെയുള്ള കോൺട്രാക്ട്സ്, അതിനെയാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ കീഴിൽ കവർ ചെയ്യുന്നത്. അതായത് മ്യൂച്വൽ ബെനിഫിറ്റ്സ് ഉണ്ടാവണം, അവിടെ ഒരു കൺസിഡറേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവണം,
ഒരു ഓഫർ ഉണ്ടാവണം, അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവണം, ആ ഓഫറും അക്സെപ്റ്റൻസും ചേർന്ന് അവിടെ ഒരു പ്രോമിസിലേക്ക് എത്തിയിട്ടുണ്ടാവണം. ആ പ്രോമിസ് എന്ന് പറയുന്നത് വെറുതെ ഒരു പ്രോമിസ് മാത്രമല്ല, ആ പ്രോമിസ് ഫുൾഫിൽ ചെയ്താൽ ബോത്ത് പേഴ്സൺസ്, നമ്മൾ പേഴ്സൺസ് എന്നിവിടെ യൂസ് ചെയ്യാൻ കാരണം കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പേഴ്സൺസിനെ നമ്മൾ അഡ്രസ് ചെയ്യുന്ന വേറൊരു പേരിലാണ്. വി കോൾ ദം ആസ് പാർട്ടീസ്. മറ്റേ വീക്കെൻഡ് പാർട്ടി അല്ല, പാർട്ടീസ് ടു ദ കോൺട്രാക്ട്, പാർട്ടി ടു ദ കോൺട്രാക്ട് എന്നാണ് പറയുക. ഓക്കെ, അതും മേ ബി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ദ പേഴ്സൺ ഇൻവോൾവ് ഇൻ ദ കോൺട്രാക്ട് ആർ കോൾഡ് ആസ്, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഓപ്ഷൻസ് തന്നിട്ട് ചോദിക്കും. സോ പാർട്ടി ടു ദ കോൺട്രാക്ട് എന്നാണ് പറയുക. സോ ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് കവേഴ്സ് സച്ച് കോൺട്രാക്ട് അല്ലെങ്കിൽ സച്ച് ആക്ടിവിറ്റീസ് വേർ both parties are there, അല്ലേ? One party makes an offer, the other party accepts it. This offer and this acceptance forms a promise. So you can simply note that offer plus acceptance equals promise. നിങ്ങൾക്ക് അങ്ങനെ നോട്ട് ചെയ്യാം. കാരണം ഓഫറും അക്സെപ്റ്റൻസും ചേരുമ്പോൾ അവിടെ ഒരു പ്രോമിസ് ഉണ്ടാവുന്നു. ഓക്കെ, സോ ഇങ്ങനെ ഉണ്ടാവുന്ന പ്രോമിസുകൾ മിയർ പ്രോമിസ് അല്ല, ദർ ആർ കൺസിഡറേഷൻ ടു ഈച്ച് അതർ. ബോത്ത് പാർട്ടീസ് ഹാവ് സം കൺസിഡറേഷൻ, മ്യൂച്വൽ കൺസിഡറേഷൻസ് ഉണ്ട്, അല്ലെ? വണ്ടി കൊടുക്കുന്നതും പൈസ കൊടുക്കുന്നതും ആണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺസിഡറേഷൻ എന്ന് ഞാൻ പറഞ്ഞു ഈ ഒരു എക്സാമ്പിളിൽ. ഓക്കെ, അവിടെ ഈ പ്രോമിസും കൺസിഡറേഷനും കൂടെ ചേർന്നാൽ അവിടെ ഉണ്ടാവുന്നതാണ് ഒരു എഗ്രിമെന്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് സച്ച് എ പ്രോമിസ് along with the consideration gives rise to a agreement. an agreement is formed there. Okay, so ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള മ്യൂച്വൽ ബെനിഫിറ്റ്സ് ഉള്ള അല്ലെങ്കിൽ മ്യൂച്വൽ കൺസിഡറേഷൻ ഉള്ള കൈൻഡ് ഓഫ് പ്രോമിസസിനെയാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഡീൽ ചെയ്യുന്നത്. ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ ഫോർ യു. ഓക്കെ, അപ്പൊ ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഓഫർ ഇസ് ദർ, acceptance is there, a promise is formed, and that is offer. Indian Contract Act എന്ന് എഴുതാം. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ആരോ ഇട്ടിട്ട് ഓഫർ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ എഴുതാം. ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് ഈക്വൽസ് പ്രോമിസ് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്യാം. ദെൻ ദിസ് പ്രോമിസ് പ്ലസ് കൺസിഡറേഷൻ ഗിവ് റൈസ് ടു, ഈക്വൽസ് എന്നുള്ളതല്ല, ഗിവ് റൈസ് ടു ഒരു ആരോ ഇട്ടാൽ മതി, ടു എ അഗ്രിമെന്റ് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആവുമ്പോൾ ഇത്തരം ആയിട്ടുള്ള ഇങ്ങനെ ഫോം ചെയ്ത അഗ്രിമെന്റ്സ് എങ്ങനെയാണ് നമുക്ക് എൻഫോഴ്സിബിൾ ആണല്ലേ? അപ്പോൾ വീട്ടിലെ സിറ്റുവേഷൻ പോലെയോ ഫ്രണ്ട്സിന്റെ ഇടയിലുള്ള സിറ്റുവേഷൻസ് പോലെയോ അല്ല, കാരണം ഇവിടെ ലോസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള അഗ്രിമെന്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോകാനുള്ള സ്കോപ്പ് ഇവിടെ ഉണ്ട്. കാരണം ഞാൻ അയാളോട് പറഞ്ഞതാണ് വണ്ടി വാങ്ങിക്കാൻ വരാൻ വേണ്ടിയിട്ട്, ആൾ റെഡിയാണെന്ന് പറഞ്ഞതാണ്, വരാത്തതുകൊണ്ട് എനിക്ക് ഇത്ര നഷ്ടം ഉണ്ടായിട്ടുണ്ട്. സോ ഒന്നുകിൽ അവൻ ഈ വണ്ടി വാങ്ങിക്കണം, അല്ലെങ്കിൽ എനിക്ക് കോമ്പൻസേഷൻ വരണം, അല്ലെങ്കിൽ ആ പൈസയ്ക്ക് വണ്ടി വാങ്ങിക്കാൻ വേറൊരാളെ ഇവൻ കൊണ്ടുതരണം. അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലോസിന്. അപ്പോൾ ബിക്കോസ് അവിടെ നമുക്ക് എന്താണ് പരിഹാരങ്ങൾ വേണം, അല്ലേ? സോ ഇത്തരത്തിലുള്ള കോൺട്രാക്ട്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഗ്രിമെന്റ്സ് എന്താണ്? ദേ ആർ എൻഫോഴ്സിബിൾ. എൻഫോഴ്സിബിൾ എന്നുള്ള വാക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ എപ്പോഴും അതിന്റെ മീനിങ് എന്ന് പറയുന്നത് എൻഫോഴ്സിബിൾ ത്രൂ കോർട്ട് ഓഫ് ലോ, കോടതി വഴി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന, നേടിയെടുക്കാൻ പറ്റുന്ന. ഓക്കെ, എൻഫോഴ്സിബിൾ മീൻസ്, അതായത് ലോയിൽ നമ്മൾ എൻഫോഴ്സിബിൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻഫോഴ്സിബിൾ ത്രൂ ദി കോർട്ട് ഓഫ് ലോ എന്നുള്ളതാണ്. സോ നമ്മളുടെ കോൺട്രാക്ട് എന്ന് പറയുന്നത്, നമ്മൾ ഡീൽ ചെയ്യുന്ന കോൺട്രാക്ട് എന്ന് പറയുന്നത് എങ്ങനത്തെ കോൺട്രാക്ട്സ് ആണ്? അല്ലെങ്കിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന അഗ്രിമെന്റ്സ് എന്ന് പറയുന്നത് എങ്ങനത്തെ അഗ്രിമെന്റ്സ് ആണ്? അഗ്രിമെന്റ്സ് enforceable, that is agreements enforceable through court of law. So അത്തരത്തിലുള്ള അഗ്രിമെന്റ്സിനെയാണ് എന്തെന്ന് പറയാ? കോൺട്രാക്ട്സ് എന്ന് പറയാ. ഇപ്പൊ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, കോൺട്രാക്ട് എന്താ അഗ്രിമെന്റ് എന്താന്നൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരു കൺഫ്യൂഷനും വേണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിളിലേക്ക് ഒന്ന് തിരിച്ചു വരിക. സിംപ്ലി അവിടെ എന്തുണ്ട്? അങ്ങോട്ടൊരു ഓഫർ ഉണ്ട്, അക്സെപ്റ്റൻസ് ഉണ്ട്, അത് രണ്ടും ചേർന്ന് അവിടെ ഒരു പ്രോമിസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെ? അതുവരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആ പ്രോമിസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺസിഡറേഷൻ ഉണ്ട്. അത് അവരൊരു അഗ്രിമെന്റിൽ എത്തിയെന്ന് നിങ്ങൾ വിചാരിക്കുക. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോമിസ് ചെയ്തു, എമൗണ്ട് കൺസിഡറേഷൻ ഫിക്സ് ചെയ്തു, ആൻഡ്
there is an agreement, അല്ലേ? When that agreement is enforceable by law, enforceable through court of law, we can call it a contract. That is the nature of the contract covered under Indian Contract Act 1872, which came into the year 1872 September 1. Okay. So, simply ഒന്നുകൂടെ പറയാണ്, the agreements enforceable through court of law are called as a valid contract. So, ഇവിടെ നമ്മൾ ഈ സെഷൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി എഗ്രിമെന്റ്സ് എപ്പോഴാണ് എൻഫോഴ്സിബിൾ ബൈ ലോ ആവുക? എല്ലാ എഗ്രിമെന്റ്സും എൻഫോഴ്സിബിൾ ബൈ ലോ ആണോ? ഓർ എപ്പോഴാണ് നമുക്കിത് എൻഫോഴ്സ് ചെയ്യാതിരിക്കാൻ പറ്റുക? എപ്പോഴാണ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുക? എല്ലാ എഗ്രിമെന്റ്സും കോൺട്രാക്റ്റ് ആവുമോ എന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഓഫറുകളാണ് വാലിഡ് ഓഫർ ആവുക, എങ്ങനെയൊക്കെ അക്സെപ്റ്റ് ചെയ്താലാണ് അത് അക്സെപ്റ്റൻസ് ആവുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇനി നമുക്ക് ക്ലിയർ ആവാനുണ്ട്. സോ ആ കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഹോപ്പ് എവറിത്തിങ് ഈസ് ക്ലിയർ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.